ഫ്രണ്ട്സ്, നമ്മളിനി നോക്കാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുള്ള സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. നിങ്ങളുടെ സൗകര്യത്തിന് ഇതിൻ്റെ സ്പീഡ് കുറച്ച് റിപ്പീറ്റ് ചെയ്തൊക്കെ കാണുക. ടൈമില്ല, നമുക്കൊന്ന് കാര്യം മനസ്സിലാക്കാമെന്നുള്ളതാണല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വാട്ട് ഈസ് ആൻ എറർ ഓഫ് കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട്. എററുകളെക്കുറിച്ച് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. കാര്യം സിലബസിലില്ലെങ്കിലും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എററുകൾ അറിഞ്ഞേക്കുക. എററുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്തോ ഒരു സാധനം എടുത്ത് എഴുതി, നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എററിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഓർമ്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ സ്റ്റുഡൻസിന്. അല്ലാത്തവരൊന്ന് നോക്കാം എന്താണ് അക്കൗണ്ടിങ് എറേഴ്സ്. അക്കൗണ്ടിങ് എറേഴ്സിൻ്റെ ടൈപ്പ് എന്തൊക്കെയാണെന്ന് നോക്കുക. അക്കൗണ്ടിങ് എററിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതും ട്രയൽ ബാലൻസിൽ റിഫ്ലക്റ്റ് ചെയ്യാത്തതായിട്ട് ക്ലാസിഫൈ ചെയ്യാനൊക്കെ പറ്റും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നല്ലോ, ഒന്ന് നോക്കുക. പിന്നെ പറയുന്നത് വാട്ട് ഈസ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നുണ്ട്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ക്യാഷ് ബുക്ക് തന്നെയാണ്, അതിൻ്റെ അകത്ത് എന്തിനെ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്? ബാങ്കിൻ്റെ ഒരു കോളം കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്ക് എന്നും ക്യാഷ് എന്ന് എഴുതും. അവിടെയാണ് കോൺട്രാ എൻട്രി വരുന്നത്. സീൻ കോൺട്രാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് സാധനം, ഒന്ന് കൂട്ടിമുട്ടുന്നു. അപ്പോൾ കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞ സാധനം അവിടെയാണ് വരുന്നത്. അവിടെ എന്താണ് കോൺട്രാ? ബാങ്ക് ടു ക്യാഷ് വരുന്ന ഒരു എൻട്രിയാണ് കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പാൻഡ് ഗ്യാപ്പ് എന്തുകൊണ്ട് ചോദിച്ചില്ല, ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഫസ്റ്റ് സെറ്റ് കണ്ടില്ലായിരുന്നു. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതിൻ്റെ അത് എന്തൊക്കെ വരും തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞേക്കുക. ഉറപ്പായിട്ടും ചോദിക്കാം. പിന്നെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ വാട്ട് ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ആൻഡ് ഇൻകം അപ്പിയർ ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. കണ്ടോ, ഇത് അതാണ് ഞാൻ പറഞ്ഞ ഒരു ബേസിക് കോൺസെപ്റ്റ് അറിയാമെന്നാണ് അവർ വീണ്ടും നോക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തേ വരൂ? ഡയറക്റ്റ് ഇൻകവും ഡയറക്റ്റ് എക്സ്പെൻസും മാത്രമേ വരത്തുള്ളൂ. പിന്നെ സ്റ്റേറ്റ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ബാലൻസ് ഷീറ്റ് നിലനിന്ന് പോകുന്നത് തന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ബലത്തിലാണ്. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി. തിരിച്ചു വേണമെങ്കിലും പറയാം, ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് എന്നും പറയാം. അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ട്രൂ ആകുമ്പോഴാണ് നമ്മളുടെ എല്ലാ പരിപാടികളും, നമ്മൾ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റ് ചെയ്ത എല്ലാ പരിപാടികളും കംപ്ലീറ്റ് ആയി, അത് ചെയ്ത് ശരിയായി നമ്മൾ പറയുന്നത് ഇത് ഈക്വൽ ആകുമ്പോഴാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ടു ബേസിക് മെഷേഴ്സ് ഓഫ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റിക്ക് ഒരുപാട് റേഷ്യോസ് നമ്മൾ നോക്കിയായിരുന്നു. നമ്മൾ സിലബസിൽ തന്നെ ഒരുപാട് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഉറപ്പാണ്, കറണ്ട് റേഷ്യോ തന്നെയാണ്. കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ. പിന്നെ നമ്മൾ ആസിഡ് ടെസ്റ്റ് റേഷ്യോ നോക്കും. ആസിഡ് ടെസ്റ്റ് റേഷ്യോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പറയുന്നില്ല. അതുകൊണ്ട് നോക്കാം. നിങ്ങൾ ആ ലിക്വിഡിറ്റി റേഷ്യോസ് നോക്കാം, നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ വിച്ച് റേഷ്യോ പ്രൈമർലി മെഷേഴ്സ് ദ റിട്ടേൺ. ഇവിടെയും എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, വെറുതെ കാണാതെ പഠിച്ചുകൊണ്ട് പോയവന്, ആ ഒരു സംഭവം പഠിച്ചുകൊണ്ട് പോയവന് ഉത്തരം പറയാൻ പറ്റത്തില്ല. കാര്യം അറിയുന്നവന് ഉത്തരം എഴുതാൻ പറ്റൂ. റിട്ടേൺ മെഷർ ചെയ്യുന്ന ഏത് റേഷ്യോ ആണെന്ന് ചോദിച്ചാൽ ഏത് പറയാം? നമുക്ക് ആക്ടിവിറ്റി റേഷ്യോസ് ആണ്. ആക്ടിവിറ്റി റേഷ്യോസിൻ്റെ അകത്താണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ പോലെ റിട്ടേൺ നോക്കുന്നത്. നമ്മുടെ റിട്ടേൺ എന്ത് മാത്രമാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് നോക്കി. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് റേഷ്യോ വിൽ ഗിവ് ദി ഇൻഫർമേഷൻ റിഗാർഡിംഗ് എബിലിറ്റി ഓഫ് ദി ബിസിനസ് ടു സാറ്റിസ്ഫൈ ഷോർട്ട് ടേം. വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ ആ റേഷ്യോസ് വെറുതെ അറിഞ്ഞതിന് ഇത് ഉത്തരം പറയാൻ പറ്റത്തില്ല, കാര്യം അറിയണം. അപ്പോൾ എബിലിറ്റി ഓഫ് ദി ബിസിനസ് ടു സാറ്റിസ്ഫൈ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ, ചെറിയ കാലയളവിൽ 1 വർഷത്തിനകമുള്ള കടങ്ങൾ വീട്ടാനുള്ള ബിസിനസ്സിൻ്റെ കഴിവിനെയാണ് ലിക്വിഡിറ്റി എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. റേഷ്യോസിൻ്റെ അകത്ത് ലിക്വിഡിറ്റി ഉദ്ദേശിക്കുന്നത്. അസറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ലിക്വിഡിറ്റിക്ക് വേറെ അർത്ഥമുണ്ട്, തെറ്റിദ്ധരിക്കല്. ഷോർട്ട് ടേമിൻ്റെ കാര്യം പറയുമ്പോൾ ഷോർട്ട് ടേം ലയബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള ഒരു ബിസിനസ്സിൻ്റെ എബിലിറ്റിയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലോങ് ടേമിന് എന്ത് പറയും മക്കളെ? സോൾവൻസി എന്ന് പറയും, മറക്കരുത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് റേഷ്യോ പ്രൊവൈഡ് ഇൻഫർമേഷൻ വിച്ച് ഈസ് ക്രിട്ടിക്കൽ ടു ദ ലോങ് റൺ ഓപ്പറേഷൻ ഓഫ് ദ ഫേം. വീണ്ടും പറയുന്നു, ഇവിടെ എന്താണ് ഒരു ആപ്ലിക്കേഷൻ തലത്തിൽ ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കാൻ പാടില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം കുറച്ച് ഹയർ ലെവലിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഒരു ബിസിനസ്സിൻ്റെ ലോങ് റൺ ഓപ്പറേഷനെ ബാധിക്കുന്നതെന്ന് പറയുമ്പോൾ ലിവറേജ് റേഷ്യോസിനെ കുറിച്ചാണ് ഇവരോട് ഉദ്ദേശിക്കുന്നത്. ലിവറേജ് റേഷ്യോസ് നിങ്ങളുടെ സിലബസിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്, ഒന്ന് നോക്കാം. എന്നാൽ ലിവറേജ് റേഷ്യോസ് എന്താണെന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ഹൗ ക്യാൻ വൺ ഫൈൻഡ് ഔട്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരുപാട് വഴികളുണ്ട്, ചില കോൺസെപ്റ്റുകൾ മാറുന്നതനുസരിച്ച് മാറും. എന്നാൽ പൊതുവേ പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ, അറിഞ്ഞേക്കുക.
പിന്നെ വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, വേരിയബിൾ കോസ്റ്റ് എന്താണ്, പ്രൈം കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നോക്കിയാൽ നമുക്ക് ഈ പ്രൈം കോസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നുള്ളൂ. എങ്കിലും പറയാം, ഡയറക്റ്റ് എക്സ്പെൻസുകളുടെ ടോട്ടലാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് വേറൊന്നും വരില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസുകളുടെ ടോട്ടലാണ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2 മാർക്കിൻ്റെ ചോദ്യം രണ്ടാമത്തെ സ്റ്റേജിൽ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഗ്യാപ്പിന് ഇമ്പോർട്ടൻസ് തന്നിട്ടാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗോയിങ് കൺസേൺ എന്തായിരുന്നു? ബിസിനസ് ഉടനെ ഒന്നും പൂട്ടിപ്പോകില്ല, ഒരുപാട് കാലം നിലനിൽക്കുമെന്നാണ് ആരുടെ കാഴ്ചപ്പാട്? അക്കൗണ്ടൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രിസിയേഷൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഡിഫേർഡ് അസറ്റുകളായിട്ട് എക്സ്പെൻസുകളെ മാറ്റുന്നത്. അതൊക്കെ കുറച്ച് ഹയർ ലെവൽ കാര്യമാണ്. ബേസിക് ഇത്രയാണ്. എന്താണ് ഗോയിങ് കൺസേൺ എന്ന് വെച്ചാൽ എന്താണ്? ബിസിനസ് ഒരുപാട് കാലം നിലനിൽക്കുമെന്ന പ്രതീക്ഷയോടെ കൂടിയാണ് അക്കൗണ്ടൻ്റ് അയാളുടെ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് ട്രാൻസാക്ഷൻ? ഓക്കെ, ബിസിനസ് ട്രാൻസാക്ഷൻ എന്നതിന് ഉദാഹരണം കൊടുക്കുക. ഇത് ഒരു എക്കണോമിക്സിൻ്റെ ചോദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഉണ്ടാവണം. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഒരു വാല്യൂവിന് വേണ്ടിയിട്ടായിരിക്കണം. ഇതൊരു കണ്ടിന്യൂസ് ബേസിൽ നടക്കുന്ന പരിപാടി ആയിരിക്കണം. എങ്കിലാണ് എന്തെന്ന് വിളിക്കാൻ പറ്റൂ? ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ മോണിറ്ററി ടേംസിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റണം? മെഷർ ചെയ്യാൻ പറ്റണം. എന്നാലേ അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് അത് എന്താവത്തുള്ളൂ? ബിസിനസ് ട്രാൻസാക്ഷൻ ആവത്തുള്ളൂ. ഇപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ ഇൻ എ കണ്ടിന്യൂസ് ബേസിസ് വിച്ച് ക്യാൻ ബി റെക്കോർഡഡ് ഇൻ മോണിറ്ററി ടേംസ് ആർ കാൾഡ് ബിസിനസ് ട്രാൻസാക്ഷൻ. എക്സാമ്പിൾ കൊടുക്കുക. ഒരാളൊരു സാധനം വിൽക്കുന്നതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ കൊടുക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഫർണിച്ചർ വർത്ത് ₹5000 പർച്ചേസ് ഇസ് ഡെബിറ്റഡ് ടു ദ പർച്ചേസ് അക്കൗണ്ട്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എറർ. നല്ല ചോദ്യം. ഇവിടെ നമ്മൾ എന്തറിയണം? കോൺസെപ്റ്റുകൾ അറിയണം. ഇല്ലാതെ ഈ പരിപാടി നടക്കത്തില്ല. അപ്പോൾ പർച്ചേസ് ചെയ്ത സാധനം പർച്ചേസിലല്ല ഡെബിറ്റ് ചെയ്യാനുള്ളത്, അല്ലേ? പർച്ചേസ് ചെയ്ത സാധനം പർച്ചേസിൽ തന്നെയാണ് ഡെബിറ്റ് ചെയ്യാനുള്ളത്. ഫർണിച്ചറാണ് പർച്ചേസ് ചെയ്തതെന്ന് എടുത്ത് പറഞ്ഞേക്കും സ്ഥിതിക്ക് ഓർക്കുക, ഫർണിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റാണ്. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് എന്താണ്? എക്സ്പെൻസുകളുടെ അക്കൗണ്ടാണ്. നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനം മാത്രമേ പർച്ചേസ് അക്കൗണ്ടിൽ കാണിക്കാറുള്ളൂ. അസറ്റിന് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? പിന്നെ ഒരു അസറ്റായിട്ട് തന്നെ കാണിക്കണം. ഈ എററാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബേസിക് പ്രിൻസിപ്പിളുകളെ തെറ്റിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എററാണ് അക്കൗണ്ടിങ് എറർ ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എററുകൾ എന്താണ് നോക്കുക എന്നത് ഒന്നും കൂടെ ഊന്നി പറയുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ ലിമിറ്റഡ് പർച്ചേസ് ഫർണിച്ചർ വർത്ത് ₹1000 ഓൺ ക്രെഡിറ്റ് വിത്തൗട്ട് പേയിങ് ക്യാഷ് ഫ്രം എ സപ്ലയർ. ഐഡൻറ്റിഫൈ ദി ഇമ്പാക്റ്റ് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ ഓൺ ദ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഒന്നുമില്ല, ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക? അക്കൗണ്ടിങ് ഇക്വേഷനിൽ എങ്ങനെ വരും എന്നുള്ളത്. അതിനർത്ഥം എന്താണ്? ഒരു ഊന്നൽ പറയുന്നത്, ഈ ക്രെഡിറ്റായിട്ട് വാങ്ങിച്ചു, ഫർണിച്ചർ കിട്ടി, അപ്പോൾ അസറ്റ് എന്ത് ചെയ്തു? കൂടി. ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റ് കൂടി. നമ്മൾ 1000 ക്രെഡിറ്റ് ആരുടെയെന്ന് വെച്ചാൽ സപ്ലയറുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ സപ്ലയർ എന്തായിട്ട് 1000 ലൈബിലിറ്റിയും അവിടെ ഉണ്ടായി. വീണ്ടും എന്ത് തന്നെയാണ്? അസറ്റ് ലൈബിലിറ്റിയും നേരത്തെ ഈക്വൽ ആയിരുന്നെങ്കിൽ ഇപ്പോഴും ഈക്വൽ തന്നെയാണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ സാധനമാണ്. കോൺസെപ്റ്റ് അറിയാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചെയ്യാൻ പറ്റത്തില്ല. കോൺസെപ്റ്റുകൾ നോക്കാം. ഇനി 20ാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ഫണ്ട് ഫ്ലോ ട്രാൻസാക്ഷൻ? ഫണ്ട് ഫ്ലോ ട്രാൻസാക്ഷൻ വാക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ പേര് പറയുന്ന പോലെ ഫണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാക്കിയ ട്രാൻസാക്ഷൻ. ഫ്ലോ എന്ന് വെച്ചാൽ ചേഞ്ച് എന്നാണ് അർത്ഥം. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ടോട്ടൽ ഫണ്ടിന് വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് എന്തോ ചേഞ്ച് ഉണ്ടാക്കി. അങ്ങനത്തെ ട്രാൻസാക്ഷനുകളെയാണ് ഫണ്ട് ഫ്ലോ ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം, അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റുകൾ അകത്തേക്ക് പോകണം. എന്നാൽ ഇതാണ് കാര്യം, എല്ലാ ട്രാൻസാക്ഷനും വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യത്തില്ല. അതായത് കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താലോ കറണ്ട് അസറ്റ് ലയബിലിറ്റി ഒരുമിച്ച് ചേഞ്ച് ചെയ്ത് അങ്ങനെ കുറച്ച് കണ്ടീഷൻ പറയുന്നു. കണ്ടീഷൻ ഒന്നും പറയുന്നില്ല, ഇവിടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട്? അപ്പോൾ ഇത് വീണ്ടും എങ്ങോട്ട് പോവാണ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് 2 പാർട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും പിന്നെ സോഴ്സ് ഓഫ് ഫണ്ടും. ഓക്കെ, നമ്മൾ ലയബിലിറ്റി അസറ്റ് എന്നൊക്കെ പറയും പോലെ 2 പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഫണ്ടും സോഴ്സ് ഓഫ് ഫണ്ടും. ഓക്കെ, ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ക്ലാസിഫൈ ദ കോസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് എലമെൻറ്റ്? നേച്ചർ ഓഫ് എലമെൻറ്റിൻ്റെ ബേസിസ്. ഓക്കെ, അപ്പോൾ കോസ്റ്റിനെ എന്തായിരുന്നു? നേച്ചർ ഓഫ് എലമെൻറ്റ്. നേച്ചർ ഓഫ് എലമെൻറ്റ് എന്ത് സാധനത്തിൻ്റെ കോസ്റ്റാണ് എന്നതനുസരിച്ച് മെറ്റീരിയൽ കോസ്റ്റ് എന്നും ലേബർ കോസ്റ്റ് എന്നും ഓവർ ഹെഡ് കോസ്റ്റുകളെന്നും പറയും.
അപ്പോൾ കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുക, ഓരോരുത്തർ ചോദിച്ച് കണ്ടു, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുന്നത് എന്തായിരുന്നു, 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ ഹൗ മാർജിനൽ കോസ്റ്റ് ക്യാൻ ഹെൽപ്പ് കമ്പനി ഡിസൈൻ വെദർ ടു മേക്ക് കമ്പോണൻ്റ് ഓർ ബൈ. നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ് മേക്ക് ഓർ ബൈ പോലത്തെ ഡിസിഷൻസ്. ബട്ട് ഇത് ഒരു ആപ്ലിക്കേഷൻ തലമാണ്, കുറച്ച് ഹയർ ലെവൽ സാധനമാണ്. എന്നാലും നോക്കുക, ഗൂഗിളിൽ നോക്കി കിട്ടുന്ന ആൻസർ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ എന്താണ് പി വി റേഷ്യോ, എന്താ പ്രോഫിറ്റ് വോളിയം അല്ലെങ്കിൽ എന്താണെന്നുള്ളതാണ്. അത് പ്രോഫിറ്റിൻ്റെയും വോളിയത്തിൻ്റെയും നമ്മളൊരു സെയിൽ നടക്കുമ്പോൾ അതിൽ എന്തുമാത്രം പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെ ആ ഒരു ബന്ധത്തിനാണ് ഇവിടെ കാണിക്കുന്നത്. പി വി റേഷ്യോയുടെ ഫോർമുല എഴുതുക, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്ന് എഴുതുക. അറിയാമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ദ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഡിഫറൻസ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ഇനി സെക്ഷൻ സിയിലേക്ക് പോകാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, ഏതെങ്കിലും 4 എഴുതിയാൽ മതി. 5 മാർക്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ മാക്സിമം എവിടെ നിന്നായിരുന്നു, അക്കൗണ്ടിങ് റേഷ്യോസ് ആയിരുന്നു സെറ്റ് 1 നിന്ന് ചോദിച്ചത്. സെറ്റ് 2 എങ്ങനെ പോകും നോക്കാം. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എറർ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫസ്റ്റ് സെറ്റ് പോലെയല്ല ഈ സെറ്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതിനാ, ഗ്യാപ്പിനും പിന്നെ എററിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ ആണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ടൈപ്പ് ഓഫ് എറർ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്, സെയിൽ ഓഫ് ഫർണിച്ചർ ഇസ് റെക്കോർഡ് ഇൻ സെയിൽസ് ഡേ ബുക്ക്. അതെന്താണ്, എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. ഞാൻ ഓട്ടിച്ച് പറഞ്ഞു പോകുന്നു, നിങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം. റിസീവ് 2000 ഫ്രം ബെൻ ക്രെഡിറ്റഡ് ടു ജോൺ അക്കൗണ്ട്. അതെന്താണ്, നമ്മൾ റെക്കോർഡ് ചെയ്തു, പക്ഷേ എഴുതിയ സ്ഥലം മാറി, ഇപ്പോൾ എറർ ഓഫ് കമ്മീഷനാണ്. 600 paid as wages to the erection of machine has not been charged to machinery account. അതും എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. എന്താണെന്ന് നോക്കാം. കണ്ടോ, ഈ 3 ക്വസ്റ്റ്യൻ എഴുതി അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്താൽ മാർക്ക് എത്രയാണ്, 5 മാർക്ക് നമ്മുടെ കയ്യിലായി. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ഫോളോയിങ് ഈസ് ആൻ എൻട്രി ഫ്രം ദ ജേണൽ ഓഫ് XYZ ലിമിറ്റഡ്, പോസ്റ്റ് ദിസ് ടു അപ്രോപ്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്. അപ്പോൾ ഒന്നുമില്ല, ജേണൽ എൻട്രി കയ്യിൽ തന്നിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യുക, ഒന്ന് ലെഡ്ജർ അക്കൗണ്ടിൽ കൊടുക്കുക. സിമ്പിൾ കാര്യം. ക്യാഷ് അക്കൗണ്ട് വരയ്ക്കണം, സെയിൽസ് അക്കൗണ്ട് വരയ്ക്കണം. അക്കൗണ്ടുകൾ വരയ്ക്കേണ്ട ഫോർമാറ്റ് അറിയാലോ, ക്യാഷ് അക്കൗണ്ട്, ഡെറ്റ് ടു സെയിൽസ് അക്കൗണ്ട് എന്നാണ് കിടക്കുക. ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഡെബിറ്റ്, ഇവിടെ ക്രെഡിറ്റ് കൊടുക്കുക. എന്താണ് ഫോർമുല വായിച്ച് ചെയ്താൽ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു സെയിൽ, ഫോർമുല അല്ല, ജേണൽ എൻട്രി, സെയിൽസ് അക്കൗണ്ട് അതേപോലെ എഴുതുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു സെയിൽസ് അക്കൗണ്ട്, ഇവിടെ സെയിൽസ് വരും, എമൗണ്ട് 1000, ഡേറ്റ് എഴുതുക. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യുക, സെയിൽസ് അക്കൗണ്ടും കൂടെ വരച്ച് വെച്ചാൽ 5 മാർക്കിൻ്റെ ആൻസറായി. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആൻഡ് വാട്ട് ഈസ് ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താണ്, അഡ്ജസ്റ്റ്മെൻറ്റ് അറിയാതെ എഴുതാൻ പറ്റത്തില്ല. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ വർഷം നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന ഒരു എക്സ്പെൻസ്, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ വർഷം കൊടുക്കുന്നില്ല, പകരം എന്ത് ചെയ്യാൻ, ഇനി അടുത്ത വർഷം കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ത് ചെയ്യത്തില്ല, ഈ പറഞ്ഞ ട്രയൽ ബാലൻസിൽ പോലും കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ അവിടെ കിടക്കില്ല, അതിൻ്റെ കൂടെ തിരിച്ച് ആഡ് ചെയ്ത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ചെയ്യണം. അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇതേ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്താവും, നമ്മുടെ ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിലും കാണിക്കും. ഞാനത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിലേ അറിയാവൂ. അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവിടെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ പറയുന്നു. ക്വിക്ക് റേഷ്യോയുടെ ഫോർമുല എന്താണെന്ന് ഓർമ്മിക്കുക. ക്വിക്ക് റേഷ്യോ എന്ത് തന്നെയാണ്, കറണ്ട് റേഷ്യോ തന്നെയാണ് ക്വിക്ക് റേഷ്യോ. ഓർമ്മിക്കുക, കറണ്ട് റേഷ്യോ അപ്പടി എടുത്ത് വയ്ക്കുന്നതല്ല, കറണ്ട് റേഷ്യോയിൽ നിന്ന് എന്ത് പോകണം, ഒരു ഇൻവെൻട്രി എടുത്ത് മാറ്റണം. അതായത് കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻട്രി മാറ്റിയിട്ട് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ് ക്വിക്ക് റേഷ്യോ. അല്ലെങ്കിൽ നമ്മൾ കറണ്ട് റേഷ്യോ എങ്ങനെയാണ് ചെയ്യുന്നത്, കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി അല്ലേ. അതിൽ ഈ കറണ്ട് അസറ്റിൽ നിന്ന് എന്തെടുത്ത് മാറ്റണം, ഇൻവെൻട്രി എടുത്ത് മാറ്റണം. ചെയ്ത് നോക്കുക, ആൻസർ കിട്ടും. പിന്നെ എക്സ് ലിമിറ്റഡ് ഹാസ് എ കറണ്ട് റേഷ്യോ ഓഫ് 3.5:1 ആൻഡ് ക്വിക്ക് റേഷ്യോ 2:1. ഇഫ് എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓർ ക്വിക്ക് അസറ്റ് റെപ്രസെൻറ്റഡ് ബൈ ഇൻവെൻട്രീസ് ഓഫ് ₹24 കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ്. ഇതൊരു PSC ചോദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു മാത്തമാറ്റിക്സ് കാര്യമാണ്. അതായത് നമുക്കറിയാം എന്താ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്, ഇവിടെ തന്നിട്ടുണ്ട് 2/1 ആണ്. 2/1 എന്ന് പറഞ്ഞാൽ പിന്നെ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ എത്രയായിരുന്നു, 3.5/1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഈ 3.5 എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ, കറണ്ട് റേഷ്യോയുടെ 3.5 നിന്ന് എന്ത് കുറയ്ക്കണം,
ഇൻവെൻട്രി കുറയ്ക്കുമ്പോഴാണ് ക്വിക്ക് റേഷ്യോൻ്റെ ന്യൂമറേറ്റർ കിട്ടുന്നത്. അങ്ങനെയാണ് അത് 24,000 തന്നിട്ടുണ്ട് എങ്കിൽ കറണ്ട് അസറ്റുകളിൽ എക്സ് എന്ന് എടുത്തിട്ട് ഓക്കെ റേഷ്യോ കണ്ടെത്താമെന്നാണ്. ഇതിൻ്റെ ഡിഫറൻസ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് PSC ലെവലിൽ ചിന്തിച്ചാൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ചോദ്യമാണ്. ഒന്ന് നോക്കുക. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി എന്നും കണ്ടി എക്സിറ്റ് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്. ഓക്കെ പോട്ടെ, ഒക്കെ അത് പറഞ്ഞിരിക്കാൻ സമയമില്ല. അപ്പോൾ ഡിസ്ക്രൈബ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. വീണ്ടും ഞാൻ പറഞ്ഞു, ഡിഫറൻസുകൾ തിയറിക്ക് ഒരുപാടടുത്ത് ചോദിക്കാം. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം എന്താണ്, PV റേഷ്യോ എന്താണ്, ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ആവും. 33ാമത്തെ ചോദ്യം, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ത്രൂ ആൻ എക്സാമ്പിൾ. അതും കാര്യം അറിയാമെന്നുള്ളതിനെ പറ്റൂ. ഇപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് പറയുക. ഓക്കെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഓണറും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉള്ള കാര്യങ്ങളെ ഓണേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റി പറഞ്ഞു കൊടുക്കുക, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുക തുടങ്ങിയ പരിപാടികളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ പിന്നെ വരുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം. സെക്ഷൻ ഡിയിലേക്ക് പോകാം. സെക്ഷൻ ഡി എന്ന് പറയുന്നത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ 4 ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്താൽ മതി? 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഏതോ നിങ്ങൾ തീരുമാനിക്കണം. ഇതാ ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലേ. ഗ്യാപ്പ് ഒന്നുമല്ല, ഗ്യാപ്പ് GAAP ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ അകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ അക്കൗണ്ടിങ് കോൺസെപ്റ്റും അക്കൗണ്ടിങ് കൺവെൻഷനും അക്കൗണ്ടിങ് അസംഷനും. ഞാൻ പറഞ്ഞു എന്താണെന്ന് നോക്കുക. ഒരുപാട് സാധ്യതയുണ്ട് ചോദിക്കാൻ. ഗ്യാപ്പ് എന്താണെന്ന് നോക്കാതെ പോകരുത്. പിന്നെ പറയുന്ന ഫ്രം ദ ഫോളോയിങ് പ്രിപ്പയർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഒരു സിമ്പിൾ സാധനം തന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഡിപ്രിസിയേഷനും കൂടി തന്നിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ഒന്ന് ഓട്ടിച്ച് പറഞ്ഞു പോകുന്നു. ഇപ്പം മിഷനറിയുടെ 5% ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ മിഷനറിയുടെ ഇപ്പോഴത്തെ വാല്യൂ നോക്കുക, അതിൽ നിന്ന് 5% കുറയ്ക്കുക. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് എഴുതണം? ട്രേഡിംഗ് P&L അക്കൗണ്ട് എഴുതുമ്പോൾ അവിടെ എക്സ്പെൻസുകളുടെ കൂട്ടത്തിൽ ഡിപ്രിസിയേഷൻ എഴുതുക. എന്തെഴുതണം? മെഷീനറിയുടെ 5%, ഫർണിച്ചറിൻ്റെ 5% എന്തായിട്ട് എഴുതുക? എക്സ്പെൻസായിട്ട് എഴുതുക. എന്നിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്തായാലും അസറ്റായിട്ട് മെഷീനറിനെ കാണിക്കുമല്ലോ. മെഷീനറിനെ അസറ്റായിട്ട് കാണിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഈ 5% കുറച്ച് കാണിക്കുക, ഫർണിച്ചറിൽ നിന്നും കുറച്ച് കാണിക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രിസിയേഷൻ്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെയും ബാലൻസ് ഷീറ്റിലെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്ന് സ്ലോ ആയിട്ട് കേട്ട് നോക്കുക, കാര്യം മനസ്സിലാവും. 36ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ബൈ. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി 36ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ ഫോളോയിങ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അടിപൊളി, എല്ലാ റേഷ്യോ ഒരുമിച്ച് അങ്ങ് ചോദിച്ചിട്ടുണ്ട് 15 മാർക്കിന്. നല്ല കാര്യമല്ലേ? എളുപ്പമാണ്, അറിയാവുന്നവർക്ക് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊരു എളുപ്പം കോംപ്ലിക്കേഷനാണ്. പോട്ടെ, ആ റേഷ്യോയുടെ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് നോക്കിക്കാം. മിനിമമെങ്കിലും എഴുതി വയ്ക്കാമല്ലോ ഏത്. അപ്പോൾ ഇത്രയാണ്. ഇനി അവസാനത്തെ ചോദ്യം കൂടെ ഉണ്ട്. എക്സ്പ്ലെയിൻ ദ സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഫണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് എന്തറിഞ്ഞാലേ പറ്റൂ. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അറിയുന്നവർക്കാണ് അത് എഴുതാൻ പറ്റുന്നത്. ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് ഞാൻ പറഞ്ഞതുപോലെ ഗ്യാപ്പും പിന്നെ അക്കൗണ്ടിങ് എററൊക്കെ അത്യാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അക്കൗണ്ടിങ് റേഷ്യോസ് ചോദിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് റേഷ്യോസ് ഉറപ്പായിട്ട് നോക്കുക. പിന്നെ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പലതിൻ്റെയും ഡെപ്തിൽ ചോദിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് മാക്സിമം അറിയാമെന്നുള്ള എഴുതി പോകാം. ഇത് മൂന്നും ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിഫറൻസുകൾ ഉറപ്പായിട്ടും നോക്കി വയ്ക്കുക. ഉറപ്പായിട്ടും ചോദിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാടടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ സിലബസിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള അസംഷൻസാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നോക്കാം എന്താണ് ഒറിജിനലെന്ന്. മാക്സിമം ഈ കാര്യങ്ങൾ കവർ ചെയ്തെന്ന് ഉറപ്പാക്കുക. പിന്നെ പറയുന്നു, എല്ലാ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൻ്റെയും മിനിമം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കുക. ഈ പരീക്ഷ നല്ല മാർക്കോടെ വിജയിക്കാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യനും പറയുന്ന രീതിയിൽ അറ്റൻഡ് ചെയ്ത് പോവുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. ഇല്ലെങ്കിൽ എൻ്റെ നമ്പർ ഇടയാണ്, ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. 85 47 07 70 09. ഒന്ന് വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ.